യേശുവിനെ അറിയാനും യേശുവിനെ കാണാനും കർത്താവിൻ്റെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു ശ്രമം നിങ്ങൾ നടത്തിയാൽ ആ ശ്രമം ഒരിക്കലും വിഫലമായി പോകില്ല. ആ ശ്രമം ഒരിക്കലും ഒരു പരാജയമായി പോകില്ല. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ, ഉയരാൻ, മാനിക്കപ്പെടാൻ പലതും നിങ്ങൾ ശ്രമിച്ചിട്ടും പരാജയം ഏറ്റുവാങ്ങിയ വ്യക്തിയാണെങ്കിൽ, പലതും ജീവിതത്തിൽ നന്മയ്ക്ക്, സമാധാനത്തിന്, അനുഗ്രഹത്തിന്, സ്വസ്ഥതയ്ക്ക്, വിടുതലിന് ആമീനൊക്കെ ശ്രമിച്ചുകൊണ്ട് പല ശ്രമങ്ങളും പരാജയപ്പെട്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ഈ സന്ദേശത്തിൽ പറയുന്നു, ട്രൈ ജീസസ്. യേശുവിനെ ഒന്ന് ശ്രമിക്കൂ, അവനിലൊന്ന് വിശ്വസിക്കാൻ മനസ്സിനെ വിട്ടുകൊടുക്കൂ, അവൻ്റെ വചനം, കർത്താവിൻ്റെ വചനം ഒന്ന് വായിക്കൂ, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കൂ, കർത്താവ് യേശുവിലേക്ക് വരൂ. ജീസസ് നെവർ ഫെയിൽസ്. കർത്താവ് ഒരിക്കലും അവൻ്റെ വചനം പരാജയപ്പെടത്തില്ല, ഒരിക്കലും പരാജയപ്പെടത്തില്ല. യേശുവിനെ കാണാനുള്ള സക്കായിയുടെ ശ്രമം, ആ ശ്രമത്തിന് വിപരീതമായിട്ട് അവിടെ സാഹചര്യം വന്നേ. മുമ്പിലുള്ളവരെല്ലാം ഭയങ്കര ഹൈറ്റ് ഉള്ളവരാ. എന്നാൽ ആ മനുഷ്യൻ എന്താ ചെയ്തേ? ആ മനുഷ്യൻ ചെയ്തത് കർത്താവിനെ കാണാനുള്ള അവൻ്റെ ആ വാഞ്ച ഹൃദയത്തിൽ നിന്ന് വന്നത്, ഉള്ളത്തിൽ നിന്ന് വന്നത്. അതുകൊണ്ട് ഒരു ഇഞ്ച് അവൻ പുറകോട്ട് പോയില്ല, കണ്ടേച്ചേ പോവുള്ളൂ. അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. ഇന്ന് ആ സൗഖ്യം ഞാൻ ഏറ്റെടുക്കും. ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കർത്താവെ, എന്നെ ദൈവമേ, യാക്കോബ് പറഞ്ഞ പോലെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. സക്കായി ആ മുന്നോട്ടോടി, 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു മുന്നോട്ടോടി എന്ന. പലർക്കും സാധിച്ചില്ലെങ്കിൽ, ഇറങ്ങി തിരിച്ച കാര്യം നടന്നില്ലെങ്കിൽ പലരും പുറകോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിച്ച, പ്രതീക്ഷിച്ച, നിങ്ങൾ ചിന്തിച്ച ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, ദൈവത്തെ കണ്ടുമുട്ടുന്നതിലാണെങ്കിലും, ആത്മീകമായി പ്രയോജനപ്പെടുന്നതിലാണെങ്കിലും, ശുശ്രൂഷയിൽ വളരുന്നതാണെങ്കിലും, പല വിഷയത്തിലാണെങ്കിലും, നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്, പുറകോട്ട് പോകരുത്. ആരോടൊക്കെയോ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ഒന്നും കണ്ടോണ്ടും കേട്ടോണ്ടും, ചിലർ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന ഡിസ്കറേജ്മെൻറ്റുകൾ കേട്ടോണ്ടും, നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ കണ്ടോണ്ടും പുറകോട്ട് പോകരുത്. ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, ചുറ്റും വലിയ പർവ്വതങ്ങൾ, പുറകിൽ ഫറവോനും സൈന്യവും അവരെ പിന്തുടരുന്നു പിടിക്കാനായി. മുന്നോട്ട് പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ വാക്കെന്നറിയാമോ? മോശെ, നീ ഈ ജനത്തോട് പറ, മുന്നോട്ട് പോകാൻ, മുന്നോട്ട് പോകാൻ നീ മനസ്സ് വെച്ചാൽ ചെങ്കടലിൻ്റെ നടുവിലൂടെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വഴിയൊരുക്കും. വെള്ളം കൊണ്ട് മറച്ചിട്ടിരുന്ന വഴി വെള്ളം മാറ്റി നിന്നെ കാണിക്കും. മണ്ണുകൊണ്ട് മൂടിയിട്ടിരുന്ന കിണർ, മണ്ണ് മാറ്റി കിണറിനെ പൊക്കിയെടുക്കും. ഇന്ന് പകൽ ചിലരോട് പറയുന്നു, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ധൈര്യത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാൻ ചില ചുവടുകൾ വയ്ക്കുന്നവരോട് കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നു. വെള്ളം കൊണ്ട് നിന്റെ മുൻപിൽ മറച്ചിട്ടിരുന്ന ചില വഴികളെ വെള്ളം മാറ്റി ദൈവം നിനക്ക് കാണിച്ചു തരും. മണ്ണുകൊണ്ട് മൂടിയിട്ട ചില കിണറുകളെ മണ്ണ് മാറ്റി ആ ഉറവയെ നിന്റെ മുമ്പിൽ ദൈവം തുറന്നു തരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശയോട് യഹോവയാകുന്ന ദൈവം പറയുന്നു, ഗോ ഫോർവേഡ്, മുന്നോട്ട് പോകുക. ദൈവം ഒരിക്കലും പുറകോട്ട് പോകാൻ പറയത്തില്ല. ഒരിക്കലും ഒരിടത്തും ഒന്നിലും എൻ്റെ ദൈവം പുറകോട്ട് പോകാൻ പറയത്തില്ല. ദൈവികമായ കാര്യങ്ങളിൽ, ദൈവ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനേ കർത്താവ് പറയത്തുള്ളൂ. അതുകൊണ്ട് ആരോടോ കർത്താവ് പറയുക, ഈ സിറ്റുവേഷൻ കണ്ട് പ്രാർത്ഥന നിർത്തരുത്. ഈ വെല്ലുവിളികളുടെ മുമ്പിൽ വിശ്വാസം കുറഞ്ഞു പോകരുത്. ഈ സാഹചര്യങ്ങളുടെ മുമ്പിൽ നീ പതറിപ്പോകരുത്. മുന്നോട്ട് പോകും, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകും. വെള്ളം കൊണ്ട് മൂടിയിട്ടിരുന്ന വഴി വെള്ളം മാറ്റി നിന്നെ കാണിക്കും. മണ്ണുകൊണ്ട് മൂടിയിട്ടിരുന്ന കിണർ ദൈവം നിനക്ക് വേണ്ടി പൊക്കിയെടുത്ത് തരും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.